സരിത കമ്മീഷന് മുന്നിൽ ഹാജരാക്കിയ തെളിവുകൾ വ്യാജമാണെന്ന് ബെന്നി ബെഹനാൻ എം.എൽ.എ. ഇതിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ട്. എന്നാൽ സരിതയുടെ വെളിപ്പെടുത്തലോടെ തനിക്കെതിരായ കേസിന് പിന്നിൽ എന്തൊക്കെയോ ഉണ്ടെന്ന് വ്യക്തമായതായി എ.പി. അബ്ദുള്ളക്കുട്ടി എം.എൽ.എ. പറഞ്ഞു. സോളാർ ജുഡീഷ്യൽ കമ്മീഷൻ മുൻപാകെ സരിത എസ് നായർ ഹാജരാക്കിയ തെളിവുകൾ ബെന്നി ബെഹനാൻ എം.എൽ.എ. തള്ളി. സരിതയുമായി ഫോണിൽ സംസാരിച്ചിട്ടുണ്ടെന്ന് സമ്മതിച്ച ബെന്നി ബെഹനാൻ എന്നാൽ പുറത്തുവന്ന സിഡിയുടെ ആധികാരികതയിൽ സംശയം പ്രകടിപ്പിച്ചു. തെളിവുകൾ വ്യാജമായി സൃഷ്ടിച്ചതാണ്. ഇക്കാര്യത്തിൽ പരിശോധന വേണം. ഈ ആക്ഷേപം തികച്ചും കള്ളമാണ്. ഇതിന്റെ വിശ്വസനീയത ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, വീണ്ടും ചോദ്യം ചെയ്യപ്പെടേണ്ടിയിരിക്കുന്നു. ഒരാളെ ഫോൺ ചെയ്തിട്ട് അത് റെക്കോർഡ് ചെയ്യുക എന്നത് ആ കൊടുക്കുന്നതിൽ ചില കൃത്രിമങ്ങൾ നടത്താൻ പറ്റും. അങ്ങനെയുള്ള കൃത്രിമമായിട്ടുള്ള രേഖയാണ് ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഉമ്മൻചാണ്ടിയോട് അടുപ്പമുള്ള നേതാക്കൾക്കെതിരെ ഗൂഢാലോചന നടക്കുന്നുണ്ടെന്നും ഇത് കണ്ടെത്തേണ്ടതുണ്ടെന്നും ബെന്നി ബെഹനാൻ കൂട്ടിച്ചേർത്തു. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കുറെ ആളുകളുടെ പേരുകൾ മാത്രം പറഞ്ഞ് ഇതിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചന, അത് ഈ പറയുന്ന വ്യക്തി മാത്രമല്ല, അതിന്റെ പിന്നിൽ മറ്റു ചില താല്പര്യങ്ങളുള്ള ചില വ്യക്തികൾ നടത്തുന്ന ഗൂഢാലോചന ഫലമായിരിക്കും. സത്യം എപ്പോഴാണെങ്കിലും പുറത്തു വരുമെന്നായിരുന്നു എ.പി. അബ്ദുള്ളക്കുട്ടി എം.എൽ.എയുടെ പ്രതികരണം. തനിക്കെതിരായ കേസിന് പിന്നിൽ എന്തൊക്കെയോ ഉണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ കോൺഗ്രസ് നേതാക്കൾക്ക് പങ്കുണ്ടെന്ന സരിത സമർപ്പിച്ച സിഡിയിലെ വെളിപ്പെടുത്തലുകളോട് പ്രതികരിക്കാൻ അബ്ദുള്ളക്കുട്ടി തയ്യാറായില്ല. ഇതിന്റെ പിന്നിൽ എന്തൊക്കെയോ ചില ചീഞ്ഞ കഥകൾ ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. സത്യം ഒരിക്കലും മറച്ചു വെക്കാൻ സാധിക്കില്ല, എന്നെങ്കിലും പുറത്തു വരും. ഞാൻ അതിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.